ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അടിപൊളി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കായിട്ടാണ്. കാരണത്തിൽ ഇരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിൻ്റെ ടോപ്പിക്കാണെന്ന്. ഇന്ന് നമ്മുടെ ബ്രസ് മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് മേളിലായി. ആക്ച്വലി 2023 ഏപ്രിൽ 10 നമ്മൾ ബ്രസ് മേടിച്ചത്. ഇന്ന് ഏകദേശം വീഡിയോ എടുക്കുന്ന സമയമായപ്പോൾ ഏപ്രിൽ 20 ആണ് ഇന്നത്തെ തീയതി. അപ്പോൾ ഒരു വർഷത്തിന് മേളിലായി, 3 സർവീസ് കഴിഞ്ഞു, 8,000 മേളിൽ കിലോമീറ്റേഴ്സായി. അപ്പോൾ എന്തൊക്കെയാണ് വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്? പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെയാണ്. ആക്ച്വലി ഗൈസ്, മഴയാണ് പുറത്ത്. മാക്സിമം ഞാൻ ഉള്ളിൽ നിന്ന് പറയാം. ആക്ച്വലി ഈ വണ്ടി ZXi ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഇത് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ഉള്ളതാണ്. ടോപ്പ് എൻഡ് അല്ല, ടോപ്പിൻ്റെ താഴത്തുള്ള, തേർഡ് വേരിയൻ്റ് എന്ന് പറയും. എന്നാൽ ഇത് അത്യാവശ്യം ഫീച്ചേഴ്സ് ലോഡറാണ്. എന്നാൽ വേറെ വണ്ടി ഇപ്പം നെക്സോണിനെ ഇതിൻ്റെ റൈവൽസിനെ അപേക്ഷിച്ച് ഇതിനകത്ത് അധികം ഫീച്ചേഴ്സ് ഇല്ല. ഇതിന് തന്നെ തുടങ്ങാം. അത്യാവശ്യം ബൾക്കിയർ വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഇതിൻ്റെ സെഗ്മെൻറ്റ് ഇതിൻ്റെ റൈവൽസ് ആയിട്ട് ഇത്തിരിയോടെ വലുതാണെന്ന് നമുക്ക് തോന്നും. ആക്ച്വലി അത് ലുക്സിലാണ് അത്യാവശ്യം വലുതാണ്. ഓൺ പേപ്പർ ഇത് അധികം വലുതൊന്നുമില്ല, എല്ലാം ഏകദേശം സെയിം ആണ്. പിന്നെ ഇതിൻ്റെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയാണ്. അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. എന്നാൽ സാധാരണ മാരുതി പറയുന്നത് 26, 22 ഒന്നും കിട്ടത്തില്ല. 22 കിട്ടിയിട്ടുണ്ട് ഈ വണ്ടിയിൽ. ഇപ്പോൾ ഹൈവേ ക്രൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 19+ എന്തായാലും കിട്ടും. ഇപ്പോഴത്തെ കണ്ടീഷനല്ല, ഒരു 3 months 4 months ബിഫോറുള്ള കണ്ടീഷൻ വെച്ചാണ്, ഹൈവേ കണ്ടീഷൻ വെച്ചാണ് നമുക്ക് എന്തായാലും കിട്ടും. എന്നാൽ നമുക്കൊരു പകലൊക്കെ ഉള്ള ഒരു 4 മണി രാവിലെയൊക്കെ ഉള്ള റോഡിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പറപ്പിച്ചാൽ തന്നെ, ഇപ്പോൾ സ്പീഡ് ലിമിറ്റിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പോയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് തന്നെ കിട്ടുന്നതാണ്. ഓൺ ആവറേജ് 15.5 മേളിൽ എന്തായാലും കിട്ടുന്നുണ്ട്. അത് MID കാണിക്കുന്നതാണ്. MID കാണിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും നമ്മുടെ മൈലേജ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. തേർഡ് എന്ന് പറയുവാണെങ്കിൽ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വിക്ക് ടോർക്ക് കൺവേർട്ടർ ആയതുകൊണ്ട് ഏറ്റവും പഴയ ഏറ്റവും കൂടുതൽ വണ്ടികളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗിയർ ബോക്സ് ആണ്. AMT-യെക്കാളും CVT-യെക്കാളും എന്തുകൊണ്ടും മികച്ചൊരു ഗിയർ ബോക്സ് ആണ്. CVT-യുടെ റബ്ബർ ബാൻഡ് എഫക്റ്റ് ഒന്നും ഇതിനകത്ത് വരത്തില്ല. നല്ലൊരു പോസിറ്റീവാണ്. പിന്നെ ഇതിൻ്റെ ഹൈബ്രിഡ് അസിസ്റ്റ്, മൈൽഡ് ഹൈബ്രിഡ് നല്ലൊരു കൺസെപ്റ്റ് ആണ് ആക്ച്വലി. എന്നാൽ ഇത് ഫുൾ ഹൈബ്രിഡ് അല്ല. എന്നാൽ മൈൽഡ് ഹൈബ്രിഡ് വെച്ച് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ നമുക്ക് വണ്ടി ഒരു 0-ൽ നിന്ന് ഒരു 20-ലേക്ക് എത്തുമ്പോൾ ഇനീഷ്യൽ ആക്സലറേഷനിൽ ഇതിൻ്റെ മോട്ടറിൽ നിന്ന് ഇതിൻ്റെ ബാറ്ററിയിൽ നിന്നും ഒരു ബൂസ്റ്റ് കൊടുക്കുന്നതാണ്. ഒരു 20 Nm കൂടുന്നതായിരിക്കും. കാരണം നമുക്ക് ഇനീഷ്യൽ ആക്സലറേഷൻ നന്നായിട്ടുണ്ട്. പിന്നെ അതേപോലെ ബ്രേക്ക് ചെയ്യുമ്പോൾ റീജനറേറ്റ് ചെയ്യുന്ന എനർജി ഈ ബാറ്ററി ചാർജ് ആകും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. അത് നമുക്ക് ഇതിൻ്റെ MID-യിലും നമുക്ക് ഇനി ഇൻഫർടൈൻമെൻറ്റിലും കാണാം. പിന്നെ ഇതിൻ്റെ സീറ്റ്സ് അത്യാവശ്യം നല്ലതാണ്. കാരണം ഇതിൻ്റെ അപ്പോൾസ്ട്രി ഒക്കെ നല്ലതാണ്. കാരണം ഇവിടെയൊക്കെ നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം കംഫർട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. ഞങ്ങളൊരു 8 to 12 hours സിംഗിൾ സ്ട്രെച്ചിലൊക്കെ ഒരിക്കൽ പോയിട്ടുണ്ട്. അത്യാവശ്യം ഫ്രണ്ട് സീറ്റ് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആണ്. ബാക്ക് സീറ്റിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നമുക്ക് നെഗറ്റീവ്സിൽ പറയാം. എന്നാൽ ബാക്ക് സീറ്റും കംഫർട്ടബിൾ ആണ്. പിന്നെ ബാക്ക് സീറ്റിൽ ഇതിന് USB-യുടെ Type A യും Type C ചാർജിങ്ങും ഉണ്ട്. ഫ്രണ്ടിൽ AC 12 വോൾട്ടും ഒരു USB ചാർജിങ്ങും ഉണ്ട്. പിന്നെ പറയുവാണെങ്കിൽ ക്രൂസ് കൺട്രോൾ അത്യാവശ്യം നല്ലതാണ്. കാരണം ക്രൂസ് കൺട്രോൾ ഞങ്ങൾ പൊതുവെ യൂസ് ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഹൈവേ നല്ലതായിരുന്ന സമയത്ത് ക്രൂസ് കൺട്രോൾ ചെയ്താൽ നല്ല രീതിയിൽ തന്നെ മൈലേജ് തരും. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഈ വണ്ടി ഒരു പപ്പടം അല്ല. ആക്ച്വലി ഈ വണ്ടി ഒരു ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് എന്തായാലും കിട്ടുന്ന ഒരു വണ്ടിയാണ്. കാരണം പഴയത് തന്നെ പ്രീവിയസ് ഇയർ തന്നെ പിന്നെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി എഞ്ചിൻ. ആക്ച്വലി എനിക്ക് ഓൺ പേപ്പർ യൂട്യൂബ് കണ്ട എഞ്ചിനെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. ഐ ഹാവ് ഡ്രിവൺ സോ മെനി കാർസ്. ഞാൻ ആപ്പാടെ ഓടിച്ചേക്കുന്ന വണ്ടി സ്പാർക്കും ബ്രസയും മാത്രമാണ്. വേറെ കാറിനെക്കുറിച്ച് എനിക്ക് അത്യാവശ്യം പേപ്പർ നോളജ് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് പ്രാക്ടിക്കൽസ് ഇല്ല. ഞാൻ അധികം വണ്ടി ഓടിച്ചിട്ടില്ല. എന്നാലും ഞാൻ പറയാം, ഇറ്റ്സ് എ 1.5 ലിറ്റർ K15C BS6 എമിഷൻ phase 2 എഞ്ചിനാണ്. ഇതൊരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. 103 ഹോഴ്സ് പവർ ആൻഡ് 134 Nm ഓഫ് ടോർക്കാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് റെഡ് ലൈൻ അറ്റ് 6200 RPM. അപ്പോൾ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ എഞ്ചിൻ അത്യാവശ്യം മാരുതിയുടെ എല്ലാ വണ്ടിക്കുള്ള RT-യിലും XL6-ലും ഒക്കെ ഉള്ള എഞ്ചിൻ തന്നെയാണ്. ലോകമെമ്പാടുള്ള എഞ്ചിൻ തന്നെയാണ്. നമ്മുടെ ജിംനിയിലൊക്കെ ഉള്ളത് വേൾഡ് വൈഡ് എഞ്ചിനാണ്. എഞ്ചിൻ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. ബട്ട് ഭയങ്കര പവർ കുറവാണ്. കാരണം ഈ 1.5 ലിറ്ററിൽ നിന്ന് ഇത്ര ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അല്ല, ഒരിക്കലും അല്ല.
നമുക്ക് ഫോർ എക്സാമ്പിൾ പോർഷയുടെ കാര്യം തന്നെ എടുക്കാം. പോർഷ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ എഞ്ചിനിൽ നിന്ന് മാസീവായിട്ട് പവർ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഈ വണ്ടി ഒരു ഫാമിലി കാർ ആയതുകൊണ്ട് അധികം മാസീവ് ഫിഗേഴ്സ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം ഗൈസ്, ഞാൻ കാട് കയറി പോകുന്നുണ്ടെന്ന്. ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ ഇല്ല, സോറി ഗൈസ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ, അപ്പോൾ ഈ 1.5 ലിറ്റർ അഡിക്വേറ്റ് ആണോ പവറിൽ? ഇപ്പം നമുക്ക് ഒരു 5 ആളെ വെച്ച് നല്ല വെയിറ്റ് ഇപ്പോൾ ഒരു എല്ലാവർക്കും ഒരു 70 ആവറേജ് കിലോ വെച്ചുള്ളവരാണെങ്കിൽ തന്നെ വണ്ടി അത്യാവശ്യം നന്നായിട്ട് വലിക്കും. ഒട്ടും മോശമല്ല. ഈ വണ്ടിക്ക് ആവശ്യമുള്ള പവർ ഉണ്ട്. എന്നാൽ പൊളിച്ചൊടിക്കാനൊന്നും പറ്റില്ല, കാരണം ഇതിനകത്ത് അധികം ഡ്രൈവിംഗ് മോഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ വണ്ടിയുടെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഹിൽ ഹോൾഡ് ആണ്. ഒരു 3 സെക്കൻഡോളം ഹിൽ ഹോൾഡ് ചെയ്യും. ഇപ്പോൾ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു നല്ലൊരു കയറ്റത്തിൽ വന്നിട്ട് വണ്ടി പുറകോട്ട് ഇറങ്ങി നല്ല പാനിക്കാവും. പക്ഷേ ബ്രസ അങ്ങനെയല്ല, ഇത് ഒരിക്കലും പുറയിലേക്ക് പോകത്തില്ല എന്നുള്ള കോൺഫിഡൻസ്. 3 സെക്കൻഡോളം അത് ഹിൽ ഹോൾഡ് ചെയ്യും. അപ്പോഴേക്കും നമുക്ക് ആക്സിലറേറ്റ് ചെയ്താൽ മതി. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഫീച്ചറാണ് ഓട്ടോ സ്റ്റാർട്ട്. ഐ മീൻ വണ്ടി സീറോയിലേക്ക് എത്തുമ്പോൾ വണ്ടി തനി ഓഫ് ആവുന്നു, അതിൽ നിന്ന് ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടാകുന്നു. അത്രമാത്രമേ ഉള്ളൂ. പിന്നെ വണ്ടിയുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഡ്രൈവർ സൈഡ് വിൻഡോ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ഓപ്പൺ ചെയ്യാം, ഐ മീൻ 1 ടാപ്പിൽ. വേറെ നല്ല ഫീച്ചേഴ്സ് ആയിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ്സിലേക്ക് പോകാം. നെഗറ്റീവ്സ് പറയുവാണെങ്കിൽ ഇതിന്റെ ആദ്യത്തെ പോസിറ്റീവ് തന്നെ ഞാൻ നെഗറ്റീവ് ആക്കാം. മൈലേജ് മരുതി പറയുന്ന പോലെ ഭീകര മൈലേജ് ഒന്നും കിട്ടത്തില്ല ഗൈസ്. ഹൈവേയിൽ മാത്രമേ അത്രയും കിട്ടുള്ളൂ. സിറ്റി ഡ്രൈവ് നോക്കുവാണെങ്കിൽ 15 എന്തായാലും കിട്ടുന്നുണ്ട്. എന്നാൽ അതൊരു പോരായ്മയല്ല, കാരണം ഇതിന്റെ കോമ്പറ്റീറ്റീവ്സിനെ അപേക്ഷിച്ച് നല്ല രീതിയിൽ തന്നെ മൈലേജ് ഉണ്ട്. നല്ലൊരു മൈലേജ് ഓറിയന്റഡ് മാരുതി എടുക്കുമ്പോൾ നമ്മൾ ഇത്രയോടെ പ്രതീക്ഷിക്കും, ഒരു 17 പ്രതീക്ഷിക്കാം. ബട്ട് അത് ഓരോരുത്തരുടെ ഓടിക്കുന്ന രീതിയിലനുസരിച്ചിരിക്കും. ഓട്ടോമാറ്റിക് ആണ്. ഹാർഷ് ആക്സിലറേഷൻ ആൻഡ് ഹാർഷ് ബ്രേക്കിംഗ് ഒന്നും മൈലേജിനെ ബാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ZXi ആയതുകൊണ്ട് കുറച്ച് പോരായ്മകളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ പവർ കുറവാണ് ഗൈസ്. ഞാൻ പറയില്ലേ, പോസിറ്റീവ്സ് തന്നെ നെഗറ്റീവ്സ് ആവും ഇതിൻ്റെ. പിന്നെ പവർ കുറവാണ്, എന്നാൽ മോശമല്ലാത്തതുകൊണ്ട് പവറുണ്ട്. പിന്നെ തേർഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്മിഷൻ്റെ പ്രശ്നം. ടോർക്ക് കൺവേർട്ടർ ആയതുകൊണ്ട്, ഈ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് കാറ് നമ്മൾ ഇപ്പോൾ കാറിനനുസരിച്ച് ഗിയർ മാറുള്ളൂ. ഇപ്പം നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ, കാരണം ഇതിനകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. പാഡൽ ഷിഫ്റ്റേഴ്സ് വെച്ച് പക്ഷെ അപ്പോഴേക്കും നമ്മുടെ മനസ്സ് അവിടെ എത്തണം. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ബ്രേക്കിംഗ് വളരെ മോശമാണ്. ഞാൻ യൂട്യൂബിലും കണ്ടു, കുറേ വീഡിയോസിൽ കമ്പാരിസണിലും കണ്ടായിരുന്നു ബ്രേക്കിംഗ് വളരെ കുറവാണ്. മാരുതി വണ്ടിക്ക് പൊതുവെ ബ്രേക്കിംഗ് കുറവാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അത് കാരണം ഇതിൻ്റെ ബ്രേക്കിംഗ് ഭയങ്കര മോശമാണ്. കാരണം നമ്മൾ പിടിച്ച അപ്പം ക്വിക്ക് റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഇച്ചിരി സ്ലോ ആണ്, വലിയ മൈന്യൂട്ട് സെക്കൻഡ്സിലാണ്, മില്ലി സെക്കൻഡ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ശോകമാണ് ഗൈസ്. ഫുൾ ഹാർഡ് പ്ലാസ്റ്റിക്. ഈ വണ്ടി മേടിച്ച സമയത്ത് തന്നെ ഒരു ഭയങ്കര ഇങ്ങനെ ഒരു റബ്ബർ കരിഞ്ഞ മണമില്ലേ, പ്ലാസ്റ്റിക് കരിയുന്ന മണം, അങ്ങനെ ഒരു മണമായിരുന്നു ഈ വണ്ടിക്ക്. അത് പൊതുവേ എല്ലാ മാരുതി വണ്ടിയിലും ഉണ്ടെന്ന് തോന്നുന്നു, ഈ വണ്ടിയിലും ഉണ്ട്. പക്ഷെ ഇപ്പം അറിയാം കേട്ടോ ഗൈസ്. പിന്നെ ഈ വണ്ടിയുടെ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വണ്ടിയിൽ ഒറ്റ ലെതർ കൊടുത്തിട്ടില്ല ഗൈസ്. കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഗിയർ നോബിൻ്റെ അവിടെ, ആംറസ്റ്റിൻ്റെ അവിടെയുള്ളൂ. അതും കറക്റ്റ് ലെതറൊന്നുമല്ല, ബാക്കി ഫുള്ള് ഫാബ്രിക് മെറ്റീരിയലാണ്. ഇതിൻ്റെ താഴെയുള്ള ബലേനോയിൽ പോലും ഫുൾ ഗ്ലോസ് ഫിനിഷും ലെതറുമാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് എല്ലായിടത്തും മാറ്റ് ഫിനിഷും ലെതർ. പിന്നെ പുറത്തെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഈ ക്ലാഡിങ്സ്, ഈ മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ക്ലാഡിങ്സ് വളരെ വലുതാണ്. അതുകൊണ്ട് ചെളി എത്ര കഴുകിയാലും പോകത്തില്ല. അതേപോലെ തന്നെ പാടുകളും ഉണ്ടാവും. അതേപോലെ വണ്ടി പോളിഷ് ചെയ്യുമ്പോൾ അതെന്ന് പറ്റുന്ന വാക്സ് ഒരിക്കലും പോകത്തില്ല. അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്കൊന്ന് സൺറൂഫ് 1 ടച്ച് അല്ല. സൺറൂഫ് 1 ടച്ച് ആണ്, പക്ഷേ വി ഹാവ് ടു ഹോൾഡ് ഇറ്റ് ഫോർ ഫ്യൂ സെക്കൻഡ്സ്. ഈ വണ്ടിക്ക് ഒരു ചെറിയൊരു സോഫ്റ്റ്വെയർ ബഗ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇതിന് ഇൻഫോർടൈൻമെന്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വോയിസ് റെക്കഗ്നിഷൻ അല്ലേ, ഹേ സുസുക്കി എന്ന് പറയുന്ന MGക്ക് ഉള്ള പോലെ ഹേ MG എന്ന് പറയുന്ന പോലെ ഹേ സുസുക്കി എന്ന് പറയുന്ന സംഭവമുണ്ട്. അതെപ്പോഴും ഓണാവും. ചില നമ്മൾ പറയുന്ന ഫ്രേസസ് ക്യാച്ച് ചെയ്തിട്ട്. ഇപ്പം ഞാനും വെച്ചാൽ ഒരു ദിവസം ഒരു 2 പ്രാവശ്യമെങ്കിലും ഡ്രൈവിൽ 2 പ്രാവശ്യമെങ്കിലും വെച്ചത് വരും. അത് ഭയങ്കര ശോകമാണ് അതിൻ്റെത്. പിന്നെ വണ്ടിയുടെ കുറച്ച് സർവീസിനെ കുറിച്ച് പറയാം.
ആക്ച്വലി സർവീസ് ഭയങ്കര അഫോർഡബിൾ ആണ്. ഫസ്റ്റ് സർവീസ് ഫ്രീ ആണ്, സെക്കൻഡ് സർവീസ് ഫ്രീ ആണ്, തേർഡ് സർവീസ് അറൗണ്ട് 1000 rupees ആയിട്ടുള്ളൂ. ലേബർ ചാർജ് ഇല്ല. ഓയിൽ ചേഞ്ച് ഒക്കെയാണ്. തേർഡ് സർവീസിന് ശേഷം വണ്ടിക്ക് മൈലേജ് കൂടിയിട്ടുണ്ട്. ആക്ച്വലി അത്യാവശ്യം നന്നായിട്ട് കാണാം. കാരണം 14 നിന്ന് ഒരു 16 എത്തി സിറ്റിയിൽ. ഹൈവേ നെഗറ്റീവ്, സർവീസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വണ്ടി ഉള്ളിൽ പോളിഷ് ചെയ്യും ഗൈസ്. ഒരു വാക്സ് വെച്ച് ഇന്റീരിയർ ഫുൾ പോളിഷ്. അത് ഭയങ്കര ഷോക്കാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് കണ്ടോ ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒലിച്ചൊലിച്ച് ഇങ്ങനെ ഇരിക്കും. ഇപ്പം കാണിക്കാൻ പറ്റത്തില്ല കാരണം ക്യാമറയിൽ അത്ര വിസിബിൾ അല്ല. പിന്നെ നമ്മൾ പറയാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കും, പറയുന്ന കാര്യം ഇത് ചെയ്യത്തുമില്ല. പിന്നെ സർവീസിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, മാരുതിയാണ്, എപ്പോൾ വിളിച്ചാലും വരും, എല്ലായിടത്തും സർവീസ് സെൻ്ററുണ്ട്. അതാണ് പോസിറ്റീവ് ഏറ്റവും വലിയ. പിന്നെ നമുക്ക് ZX ആയിപ്പോയതിൽ എനിക്ക് സങ്കടം തോന്നിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ പറയാം. നമ്മുടെ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, പിന്നെ ആംറസ്റ്റ് ഇല്ല, ബാക്കിലുള്ള USB അതില്ല, ഓട്ടോ ഡിമിങ് മിറേഴ്സ് ഇല്ല ഗൈസ്. എനിക്ക് അത്യാവശ്യം വേണ്ടൊരു സാധനമായിരുന്നു ഫോഗ് ലാമ്പ് ഇല്ല ഗൈസ് ZXക്ക്. അതാണ് എനിക്ക് ZX പ്ലസിൽ നിന്ന് ZXയിലേക്ക് വേണ്ടിയിരുന്ന കുറച്ച് ഫീച്ചേഴ്സ്. ഐ മീൻ സൺറൂഫിന് വരെ ഇതൊക്കെ കൊടുക്കാവുന്നതായിരുന്നു, അതിനേക്കാൾ നല്ല വിലയും കുറവായിരുന്നു. പിന്നെ ഈ വണ്ടിയിൽ പൊതുവെ ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ അത്യാവശ്യമുള്ളതാണ്. TPMS ഇല്ല. പിന്നെ ഇതൊരു സാധാ ചെറിയ സൺറൂഫാണ്, പനോരമിക് സൺറൂഫ് ഇല്ല. പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഇല്ല, ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് ഇല്ല. എൻ്റെ അഭിപ്രായം അതാണ്. വേറെ വണ്ടി അപേക്ഷിച്ച് ഇല്ലാത്ത അഡാസിന് വൈപ്പർ ഫ്രെയിംലെസ് അല്ല, ഫ്രെയിമുള്ള വൈപ്പറാണ്. ഇതാണ് എനിക്ക് വേറെ വണ്ടി അപേക്ഷിച്ചിട്ടുള്ള നെഗറ്റീവ്സ്. ZX പ്ലസുമായിട്ടുള്ള വേണ്ടിയിരുന്ന കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് നമുക്കിനി എക്സ്റ്റീരിയറിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്നോട് കുറേ പേര് ചോദിക്കുന്നത് ഡു യു റെക്കമെൻഡ് ദിസ് കാർ ടു എനിവൺ. ആക്ച്വലി ഗൈസ് ഇത് എൻ്റെ റെക്കമെൻഡേഷൻ അല്ല. ഞാൻ ഈ വണ്ടി ഒട്ടും സജസ്റ്റ് ചെയ്യുന്ന വണ്ടി മീൻസ് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഈ വണ്ടി വീട്ടിൽ സജസ്റ്റ് ചെയ്ത വണ്ടി ആയിരുന്നില്ല. ആക്ച്വലി ഞങ്ങൾ 2021 MG ആസ്ട്ര നോക്കിയിരുന്നു. ആസ്ട്രൻ്റെ ഷാർപ്പ് എന്ന വേരിയൻറ്റ്, ഐ മീൻ ഷാർപ്പാണെന്ന് തോന്നുന്നു, കുറവില്ല. ഇപ്പം അങ്ങനെയല്ല, വേറെ വേരിയൻറ്റ് മെയിനൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് എൻ്റെ ജസ്റ്റ് താഴത്തുള്ള വേരിയൻറ്റ് അത്യാവശ്യം ഫീച്ചേഴ്സ് ലോഡറായിരുന്നു. സൺറൂഫ് ഇല്ലാന്ന് ചോദിച്ച് ബാക്കി എല്ലാം ഉണ്ടായിരുന്നു, എഡാസും ഇല്ല. ആ വണ്ടി നമ്മൾ എടുക്കാൻ ഞാൻ CVT ട്രാൻസ്മിഷൻ ആയതുകൊണ്ടും പിന്നെ അതിനും ഒട്ടും മൈലേജ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ സർവീസ് സെൻ്ററൊക്കെ പറയാം. MG ഒരു ചൈനീസ് ബ്രാൻഡാണ്, ബട്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ് വെഹിക്കിൾ. ഐ മീൻ ഭയങ്കര ഡ്രൈവർ ഫ്രണ്ട്ലി കാറൊന്നുമില്ല, പക്ഷേ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇറ്റ് വാസ് സംതിങ് ഫാർ ബെറ്റർ ദാൻ എനി കാർസ് ഐ ഹാഡ് എവർ സീൻ. ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ കണ്ട കാറുകളിലാണ്. പിന്നെ ഞങ്ങൾ നോക്കിയ കാറായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ തന്നെ കഴിഞ്ഞ എസ്ക്രോസ് പുതിയത് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്, 2021 കഴിഞ്ഞ സമയത്ത് എസ്ക്രോസ് വരുമെന്ന് ഓർത്തു. എസ്ക്രോസ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ അപ്പം ബ്രസ നോക്കിയപ്പോൾ പഴയതാണ്, പുതിയത് വരുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പം അച്ഛൻ ബ്രസ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് അങ്ങനെ ചോദിച്ചൊന്നുമില്ല. അമ്മയ്ക്ക് അത്യാവശ്യം സ്പാർക്കിനെ അപേക്ഷിച്ചിട്ട് വലിയ വണ്ടി വേണമെന്നുണ്ട്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ, 7 സീറ്റുള്ള വണ്ടി വേണ്ട എന്നുണ്ട്. പിന്നെ ഞാനായിട്ട് നോക്കിയ 2 കാർ എന്ന് പറഞ്ഞാൽ സെൽട്ടോസ് ആൻഡ് ക്രെറ്റ. ബൈ ദ ബൈ ക്രെറ്റ സെൽട്ടോസ് ഒക്കെ വേറെ സെഗ്മെന്റ് ആണ്. ഐ മീൻ ഇതിന്റെ സെഗ്മെന്റ് അല്ല. ഈ വണ്ടി മാത്രമാണ് ഉള്ളതിൽ ഏറ്റവും ചെറുത്. നമ്മൾ ഈ സെഗ്മെന്റിൽ ആപ്പാണ് നോക്കിയത് ബ്രസയാണ്. പിന്നെ പുതിയ ഇറങ്ങി അപ്പം തന്നെ നമ്മൾ എടുക്കുകയായിരുന്നു. ആക്ച്വലി ഞങ്ങൾ 9 മാസത്തോളം വെയിറ്റ് ചെയ്തു. കാരണം നമ്മൾ ഓഗസ്റ്റിൽ ബുക്ക് ചെയ്ത കാർ 2023 ഏപ്രിലാണ് കിട്ടിയത്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വെച്ചാൽ ഈ വണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷെ ഇപ്പോൾ ഈ വണ്ടി ഒത്തിരി പഴയതായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റീവ്സായ നെക്സോണിനെയും ഇപ്പോൾ മഹീന്ദ്ര XUV 3XO അപേക്ഷിച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. പക്ഷേ സോനറ്റിനേക്കാളും വെന്യൂവിനേക്കാളും മാഗ്നറ്റിനേക്കാളും കൈഗറിനേക്കാളും എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. എന്നാൽ മൈലേജ് ആൻഡ് കംഫർട്ടബിൾ ആൻഡ് സർവീസ് ഇതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പ്രിഫർ ചെയ്യാം. കൂടിയും ഈ കാറ്, ബട്ട് ഇതിന് അത്യാവശ്യം പഴയതാണെന്നും കൂടി ഓർക്കുക. ഇപ്പോൾ 2022 ഇറങ്ങിയ കാറാണിത്, 2 വർഷം ആകാറായി. എന്നാൽ ഇതിന് അത്യാവശ്യം ഫീച്ചേഴ്സും ഉണ്ട്. സൺറൂഫ് ഉണ്ട്, ഐ മീൻ ഹെഡ് അപ്പ് ഡിസ്പ്ലേ. അതൊരു നല്ലൊരു സാധനമാണ്. കാരണം ആക്ച്വലി നമ്മുടെ ഫോക്കസ് എപ്പോഴും ഫ്രണ്ട് വിൻഡ്ഷീറ്റിലേക്കാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമല്ലോ. ടേണിംഗ് റേഡിയസ് നല്ലതാണ്. ഇനി എന്തെങ്കിലും ഒരു പോസിറ്റീവ്
ഡ്രൈവ് ചെയ്യാനായിട്ട് വളരെ സുഖമാണ്. നെഗറ്റീവ് അതിന് മൈലേജ് ഇല്ല. മൈലേജ് നമ്മൾ പറയുന്ന അത്ര കിട്ടുന്നില്ല. സർവീസിനെ കുറിച്ച് എന്താണ്? സർവീസ് ആണെങ്കിൽ വളരെ മോശമാണ്, പറയാതിരിക്കാൻ വയ്യ. ഓരോ പ്രാവശ്യം ഓരോരോ കംപ്ലൈന്റ് കൂടുന്നതല്ലാതെ കുറയൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഇതിന്റെ സീറ്റ് അപ്പറേറ്റ് ആയതുകൊണ്ട് ഇരിക്കാൻ അത്ര കംഫർട്ടബിൾ അല്ല. പിന്നെ പോസിറ്റീവ് എന്ന് പറഞ്ഞാല് ലേഡീസിന് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റും. ഇതിന്റെ സീറ്റിംഗ് കംഫർട്ടബിൾ, ഞാൻ തൈ സപ്പോർട്ടൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, തൈ സപ്പോർട്ട് പെർഫെക്റ്റ് ആണ്, പക്ഷെ ഇതിന്റെ സീറ്റിംഗ് പൊസിഷൻ ഭയങ്കര അപ്രൈറ്റ് ആണ്. ഈ ചെളിയൊക്കെ ഉണ്ടോ, ഇത് ഇവിടെ പറ്റിയിരിക്കുന്ന ചെളികൾ, ഇത് കഴുകിയാലും ഒരിക്കലും പോകുന്നതല്ല. പിന്നെ കുറച്ച് മാരേജ് ചെയ്ത കുറച്ച് പണികൾ തരാം. ഈ വണ്ടി ആക്ച്വലി മേടിച്ചപ്പോൾ തന്നെ ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട്, അത്യാവശ്യം വലിയ സ്ക്രാച്ചാണ് ഡിക്കി. അതേപോലെ തന്നെ എൻ്റെ ബോണറ്റിലും ഇവിടെ നിന്ന് ഒരു വലിയൊരു സ്ക്രാച്ച് ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു വലിയ സ്ക്രാച്ച്. എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് വണ്ടി വളച്ചപ്പോൾ അതിൻ്റെ ഇവിടെ ആയിട്ടൊരു ചെറിയൊരു സ്ക്രാച്ച് വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഒന്ന് പോളിഷ് ചെയ്തൊക്കെ. പക്ഷേ പോളിഷ് ചെയ്യുമ്പോൾ വണ്ടി അത്യാവശ്യം ലുക്കായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ അവർ കാണിച്ച കുറച്ച് പരിപാടിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കണ്ട വാക്സ്, ഇവർ മര്യാദയ്ക്ക് മാസ്കിങ് ടേപ്പ് ഒട്ടിക്കാതെ ഒട്ടിച്ചതിൻ്റെ പ്രശ്നമാണ്. ഇവിടെയൊക്കെ വാക്സാണ് ഗൈസ്, ഇവിടെ നിന്ന് അറ്റം വരെ. അതേപോലെ തന്നെ ഇവിടെ ആക്ച്വലി ഗൈസ് ഇവിടെ കണ്ടോ, ഇത് ഇങ്ങനെയാണ് സംഭവം. ഇവിടെ ഒരു ഇങ്ങനെ ഒരു പീസ് ഉണ്ടായിരുന്ന കുഴപ്പമില്ല. ആ പീസ് എന്ന് പറയുന്നത് ഈ പീസാണ് കണ്ടോ, അത് ഇവിടെയാണ് വരുന്നത്, ഡോറിൻ്റെ ഉള്ളിലേക്ക് അടിച്ച് കയറും. എന്നിട്ട് ഇത് ഭാവിയിൽ ഇത് റെസ്റ്റ് ആകാനും സാധ്യതയുണ്ട്. I hope you guys enjoy my video and thank you for watching my video. കുറേ പോരായ്മകളുണ്ടാവും, ക്ഷമിക്കും.